സർവശക്തനായ അത്യുന്നതനായ ദൈവം നമുക്ക് തന്ന നല്ല ജീവിതം ആ ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്ക് നന്ദി പറയാം. ഒരുപക്ഷെ നമ്മുടെ ചുറ്റും മുഴുവനും തകർച്ചകളും വേദനകളും കണ്ണുനീരും സങ്കടങ്ങളും മാത്രമായിരിക്കാം. പക്ഷേ നിന്നെ ഒരു പുതിയ നിറവിലേക്ക് നയിക്കുന്ന ദൈവം നിന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്നവനാണ്, ശക്തിപ്പെടുത്തുന്നവൻ മാത്രമാണ്, നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നവൻ മാത്രമാണ്. ഈ പ്രഭാതം നമുക്ക് തന്ന നല്ല ദൈവത്തിന് നമ്മൾ നന്ദി പറയുമ്പോൾ അബ്രാഹത്തിനോട് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, ഉൽപ്പത്തിയുടെ പുസ്തകം 12:2 ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവമക്കളെ, എന്നോടും നിങ്ങളോടും പേര് ചൊല്ലി വിളിക്കാൻ പറയുന്ന ഒരു വാക്യമാണ്, മകനെ മകളെ, നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്റെ ദേശത്തിന്, നിന്റെ കുടുംബത്തിന്, നിന്റെ രാജ്യത്തിന്, നിന്റെ സഭയ്ക്ക് വേണ്ടിയിട്ട്. വീണ്ടും കർത്താവ് പറയുകയാണ്, നിയമാവർത്തന പുസ്തകം 28:6 സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും. ദൈവമക്കളെ, ചുറ്റും നിനക്ക് പ്രതിബന്ധങ്ങൾ മാത്രമായിരിക്കാം, സങ്കടങ്ങൾ, നിരാശകൾ, കണ്ണുനീര്, മരണത്തിന്റെ നിഴലും മാത്രമായിരിക്കാം. പക്ഷെ സകല പ്രവർത്തികളും നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്. 1 സാമുവേൽ പ്രവാചന പുസ്തകം 26:25 ദാവീദിന്റെ പേര് ചൊല്ലി കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിതനായിരിക്കും, നിന്റെ എല്ലാ പ്രവർത്തികളിലും ദൈവമായ കർത്താവ് നിന്നെ വിജയിപ്പിക്കും. പേര് ചൊല്ലി ഉള്ളം കയ്യില് കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തിരിക്കുന്നവൻ ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. മക്കളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പല പദ്ധതികളുണ്ട്, പക്ഷേ നമ്മുടെ നല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ച് അതിനും വലിയ പദ്ധതിയുണ്ട്. അത് നാശത്തിലേക്കുള്ളതല്ല, ക്ഷേമത്തിലേക്ക് മാത്രം ശുഭമായ ഭാവി പ്രത്യാശ നൽകുന്നവൻ മാത്രമാണ്. ആ ദൈവകരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് സമർപ്പിക്കാം. തിരുസഭയ്ക്ക് വേണ്ടിയിട്ട്, കർത്താവെ, എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടി ഒരു നിറവിൻ്റെ മകളായി കർത്താവ് ചുറ്റും വേദനിക്കുന്നു, ചുറ്റും കണ്ണുനീരിന്റെ താഴ്വര മാത്രമാണ്. പക്ഷെ ആ കണ്ണുനീര് തുടയ്ക്കാൻ കഴിവുള്ളവൻ നമ്മുടെ ജീവിതത്തിലൂടെ ഇന്ന് ആരുടെയെങ്കിലൊക്കെ കണ്ണുനീര് തുടയ്ക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന ഈ പാനപാത്രം സമർപ്പിക്കാം. നിയമാവർത്തനം 33:25 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസ്സോളം നിന്റെ ശക്തിയും, നിന്റെ ദൈവത്തെ പോലെ നിനക്ക് ആരുമില്ല. ദൈവമക്കളെ, നിന്റെ മുമ്പിൽ പൊട്ടുപെട്ട് കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്ന വാതില് നിന്റെ ദൈവം, നിന്റെ ഇരുമ്പാണ്, നിന്റെ പിത്തളയാണ്. എല്ലാ വാതിലും തുറക്കാൻ കഴിവുള്ളവനാണ്, നിന്റെ ആയുസ്സോളം നിനക്ക് ശക്തി നൽകുന്നവൻ. ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. വിശ്വസിക്കാം മക്കളെ. ഇന്ന് ഈ പ്രഭാതം, ഈ ദിവസം നമ്മുടെ ആയുസ്, ആരോഗ്യം നീട്ടിത്തന്ന നല്ല ദൈവം ആ അത്യുന്നതന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, കണ്ണുനീരിന്റെ താഴ്വര കടന്നു പോകുന്ന അവസ്ഥകള്, നമ്മുടെ ചുറ്റും കണ്ണുനീര്, വേദനകളും നഷ്ടപ്പെടലുകളും മാത്രമാണ്. പക്ഷേ ആ ദൈവം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്, നമ്മുടെ സഹോദരന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്. വേദനകളിലേക്ക്, നഷ്ടപ്പെട്ട താഴ്വരകളിലേക്ക് കടന്നു വന്ന് അനുഗ്രഹിക്കുന്നവൻ മാത്രമാണ്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. അമ്മ മാതാവിന്റെ വിമല ഹൃദയം, ഈശോയുടെ തിരുഹൃദയം, തൃത്വൈകൂട്ടായ്മ, തിരുക്കുടുംബം, യേശുനാമത്തിന്റെ ശക്തി, അതിലുപരി വചനത്തിന്റെ കോട്ടകെട്ടി, തിരുരക്തത്തിന്റെ വിശുദ്ധത്തിന്റെ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് ദൈവം തരട്ടെ.